പിന്നെ കുറേ പേര് വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് പൈസ ഇറക്കാനില്ല. അങ്ങനെ ഇങ്ങനെ കുറേ പേര് കംപ്ലൈൻറ്റുകളും, കുറേ പേര് വിഷമങ്ങൾ, കുറേ പേര് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ മടിച്ച് നിൽക്കുന്നവർ, അങ്ങനെ കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവരോട് ആകെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് ചെയ്യാം. നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു, നമുക്ക് എത്രത്തോളം കഴിവുകളുണ്ടോ അതൊക്കെ ഒരുമിച്ച് ചെയ്യാം. നമുക്ക് അതിലൊന്നും തടസ്സമില്ല. ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളാണ് മൊത്തത്തിലുള്ളത്. പണ്ട് നമുക്ക് അവരോടും ഇവരോടൊക്കെ പോയി പറഞ്ഞ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റിനെ പറഞ്ഞ് പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവിനെ മറ്റുള്ളവരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തണം. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുടെ ആവശ്യം, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ റെക്കമെൻഡ് ചെയ്തു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ സോഷ്യൽ മീഡിയയിൽ കണ്ട് നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ തന്നെ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ മടി വിചാരിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ബിസിനസ് അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പാടാനുള്ള കഴിവാണെങ്കിൽ അത് സ്റ്റാർട്ടാക്കുക. ഇന്ന് തൊട്ട് ഓരോ വീഡിയോ ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ ഒരു പാടാനുള്ള ഡാൻസ് ചെയ്യാനാണെങ്കിൽ ഡാൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക, വരയ്ക്കാനാണെങ്കിൽ വരയ്ക്കുക, സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ എന്തും ആയിക്കോട്ടെ, ഇന്ന കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത്, ഞാൻ കണ്ട ഒരു ബിസിനസ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെ അപ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഇത്ര നാളത്തെ ഒരു ബിസിനസ് ചെയ്തെടുത്ത്. ഞാൻ വീട്ടിൽ നിന്ന് ഇതുവരെ പുറത്തിറങ്ങാത്തൊരു വ്യക്തിയാണ്. ഞാൻ ഇതുവരെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതുവരെ ഒരു ഷോപ്പിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തോ പോയിട്ട് ഒരു സാധനം കൊടുത്തിട്ട് വാങ്ങാനായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അവിടെ ഒന്നും വാങ്ങിക്കില്ല. നമ്മളുടെ പ്രൊഡക്റ്റിന് ഒരിക്കലും ഡിമാൻഡ് കിട്ടില്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നമ്മളെക്കാളും ഒരുപാട് വെറൈറ്റി പ്രൊഡക്ട്സുകൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു കൊച്ചു പ്രൊഡക്റ്റ് ആരും നോക്കില്ല. പക്ഷേ സോഷ്യൽ മീഡിയ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ട്രസ്റ്റ് ചെയ്തിട്ട് വരുന്നവരാണ്, നമ്മളെ കണ്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടും വരുന്നവരാണ്. അപ്പോൾ അവർക്കറിയാം ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അറിയാം, ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് മടിയായിട്ടിരിക്കാതെ നമ്മൾ അയ്യോ ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അവരെന്താ പറയുക, ഞാനിപ്പോൾ ഒരു പേനയാണ് സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കട്ടെ, അതെൻ്റെ കഴിവാണ്. ആ പേന സെയിൽ ചെയ്യാന്ന് പറയുന്നത് എൻ്റെ കഴിവാണ്. പക്ഷെ അത് സെയിൽ ചെയ്യാതെ അകത്തിരുന്നിട്ട് എനിക്ക് പറയാം അയ്യോ ഈ പേനയാണല്ലേ നിങ്ങൾ സെയിൽ ചെയ്യണേ, അയ്യോ ഭയങ്കര മോശമാണ് കേട്ടോ എന്ന് പറയാം. അത് എൻ്റെ കഴിവ് കേടാണ്. പക്ഷെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേന വിൽക്കുന്ന വ്യക്തിക്കാണ് ആ കഴിവുള്ളത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്ത് സാധനവും നമുക്കൊരു ബിസിനസ്സിലൂടെ കണ്ടെത്താനോ അല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ വളരെയധികം എന്താ പറയുക ബഹുമാനിക്കുന്നുണ്ട്. വെറുതെ ഇരുന്ന് മറ്റുള്ളവരെ വിശേഷങ്ങൾ അന്വേഷിച്ചു അവരെന്താ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ എന്താ ചെയ്യണേ എന്ന് അന്വേഷിച്ച് സമയം കളയാതെ കിട്ടുന്ന സമയം നമ്മളുടെ ഇതിപ്പോൾ ഇത്രയും ദിവസങ്ങൾ നമ്മുടെ മണിക്കൂറുകൾ മിനിറ്റുകളൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ കയ്യിൽ നല്ല മൊബൈലില്ലാന്നോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയും എൻ്റെ കയ്യിൽ S24 ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് വേണ്ട, ആ ഒരു മൊബൈൽ വെച്ചല്ല ഐഫോൺ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയൊന്നുമില്ല. എൻ്റെ അടുത്ത് നോർമൽ മൊബൈലായിരുന്നു, സാധാരണ സാംസങ്ങിൻ്റെ എന്താ A13 അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട്, എനിക്ക് പേര് കറക്റ്റ് അറിയില്ല, എനിക്ക് അങ്ങനെ മൊബൈലിനെ പറ്റി വലിയ അറിവില്ല. അങ്ങനെ ഒരു മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ ഒരു ബിസിനസ്സിൽ നിന്ന് എനിക്ക് നമ്മളിപ്പോൾ ഒരു മന്ത്ലി 1 lakh ഏൺ ചെയ്യുന്ന, വീട്ടിലിരുന്നുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഡെലിവറി വന്നതിന് ശേഷം ഇതുപോലെ തന്നെയാണ് നമ്മൾ അതിൽ ആക്റ്റീവ് അല്ലെങ്കിലത്തെ അവസ്ഥ കേട്ടോ. നമ്മൾ ഡെയിലി സാലറിക്ക് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ ഡെയിലി സാലറിക്ക് അല്ലാതെ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യണില്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കേണ്ടായിരുന്നത്. എനിക്ക് ആ കുറച്ച് നാളുകൾ നമ്മൾ പറയില്ലേ ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജൊക്കെ വന്നു, അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇപ്പോൾ ഞാനങ്ങനെ ഒന്ന് സമാധാനത്തിലായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിൻ്റെ സമയത്ത് നമ്മൾ വിട്ടു നിന്നപ്പോൾ എനിക്ക് കുറച്ച് ബിസിനസ് കുറഞ്ഞു, ഇല്ല എന്നല്ല. ഇപ്പോൾ ഒരു 1 lakh ഉണ്ടായിരുന്ന ബിസിനസ് എനിക്കത് 5,000 15,000 വരെ എത്തിയിട്ടുള്ളൂ. 15,000 ആണെന്ന് ആലോചിക്കണേ, 1 lakhൽ നിന്ന് 15,000 വരെയായി മാറി. പക്ഷെ വീണ്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയപ്പോൾ വീണ്ടും എല്ലാവരും ചോദിച്ചു തുടങ്ങി, ചെയ്യാൻ തുടങ്ങിയോ, വീണ്ടും ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ വേണമെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് എൻക്വയറി ചെയ്ത് തുടങ്ങി. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ എന്ത് കാര്യം. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഈ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്റ്റിച്ചിങ് യൂണിറ്റ്, ഞാൻ പറഞ്ഞല്ലോ സ്റ്റിച്ചിങ് യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റിൽ നമ്മൾ ആളുകളെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണത്. നിങ്ങൾക്ക് അത്രയും പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടൈമിംഗ് ആയിരിക്കും. ഇന്ന സമയത്ത് തരും എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന സമയത്ത് കൊടുക്കണം, അതാണ് പങ്ക്ച്വാലിറ്റി. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഒരു പ്രശ്നവും വരില്ല. ഇപ്പം എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് ചെയ്യണവരുണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്ത് ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു, അയ്യോ അവരൊക്കെ ജോലിക്ക് പോവുകയാണ്, ഞാൻ മാത്രം വീടിൻ്റെ അകത്ത്
വീട്ടിനകത്ത് കുട്ടികളെ നോക്കിയിരിക്കുകയാണല്ലോ, എനിക്ക് ജോലിക്ക് പോകാനായിട്ടുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇനി അതിന് നേരെ ഒരു കമൻറ്റും വരരുത്. എനിക്ക് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ജോലിക്ക് പോകുന്നവരൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. കാരണം അത് അവർക്ക് ചെയ്യാൻ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എനിക്ക് ഒരാളും ഒരു ജോലി ചെയ്യുന്നവരുടെ എതിരഭിപ്രായമുള്ള ആളല്ല. അത് അവരവരുടെ ഇഷ്ടമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും. ജോലി എന്നല്ല, എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം, മറ്റൊരാൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൽ ആരെയും ആക്ഷേപിക്കൊന്നുമല്ല കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞ് കമൻറ്റ് വരരുതേ. ഞാനിപ്പോൾ ഇത് വിചാരിക്കണത്, എനിക്ക് വീട്ടിലിരുന്നല്ലോ, അപ്പോൾ മറ്റുള്ളവർ UK പോകണു, USA പോകണു, ഓരോ സ്ഥലത്തിരുന്ന് ഓരോ വർക്ക് ചെയ്യണ ഫോട്ടോസൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മാത്രം വീട്ടിൽ പെട്ടുപോയി, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓരോ സ്ഥലത്ത് പോയി രക്ഷപ്പെട്ടല്ലോ എന്നായിരുന്നു ചിന്ത കുറച്ച് നാൾ മുൻപ് വരെ. ഫെഡോറ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒന്ന് പൊന്തി വരുന്നവരെ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഉള്ളിൽ വിഷമം. ഞാനിവിടെ ഒറ്റപ്പെട്ട് പോയില്ലേ, ഞാനൊരു ജോലിയൊന്നും ഇല്ലാത്ത ഒരാളായില്ലേ എന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. കാരണം എൻ്റെ കുട്ടികളുടെ കൂടെ ഇരുന്ന് നമുക്ക് മന്ത്ലി ഒരു 1 lakh ഏൺ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ, അത് വീടിൻ്റെ അകത്തിരുന്നിട്ട് കേട്ടോ, വീടിൻ്റെ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് ഇത്രയും പൈസ ഏൺ ചെയ്യാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം അഭിമാനിക്കണം. കാരണം മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെന്നല്ല പറയണത്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. എനിക്ക് പുറത്ത് പോവാതെ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ ബിസിനസ് ചെയ്യാനും ബിസിനസ് കൊണ്ടു നടക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഒരാൾക്കൊരു മോട്ടിവേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. കാരണം ആരും വെറുതെ ഇരിക്കരുത്. എന്താണോ നിങ്ങൾക്ക് ഇന്നൊരു കർച്ചീഫാണ് കയ്യിലെന്നുണ്ടെങ്കിൽ ആ കർച്ചീഫാണോ നിങ്ങൾക്ക് താല്പര്യമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ കർച്ചീഫിനെ തന്നെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആവും. നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ ആരും വിചാരിക്കരുത് അയ്യേ സോഷ്യൽ മീഡിയ ആണ്, അത് ഞങ്ങൾക്ക് മോശക്കേടാണ്, സോഷ്യൽ മീഡിയയിൽ മുഖം കാണിച്ചാൽ ബുദ്ധിമുട്ടാണ്, സോഷ്യൽ മീഡിയയിൽ അതൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. കുറച്ച് നാളൊക്കെ ഭയങ്കര മടിയായിരുന്നു. അയ്യോ അവരെന്താ വിചാരിക്കുക, ഞാനൊരു പോസ്റ്റ് കാണിക്കണു, അവർ എത്രയോ നല്ല ആളുകൾ വന്നിരുന്നിട്ടാണല്ലോ അതിൻ്റെ മുന്നിൽ സംസാരിക്കണത്. പക്ഷെ നമ്മുടെ സംസാരം കേൾക്കാനായിട്ട് ഒരുപാട് പേര് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരിലേക്ക് നമ്മുടെ കണ്ടന്റ് ചെന്നാൽ മതി. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ കേൾക്കണമെന്ന് താല്പര്യമുള്ളവരുടെ അടുത്ത് മാത്രം നമ്മളുടെ കണ്ടന്റ് ചെന്നാൽ മാത്രം മതി. നമുക്ക് അത്രയേ വേണ്ടൂ. നമ്മുടെ ഈ ലോകം ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു കേരളത്തിൽ മാത്രം എത്ര ജനങ്ങളുണ്ടാവുമെന്ന് ഊഹിക്കാലോ. അവരിൽ മാത്രം ബിസിനസ് ചെയ്താൽ മതി നമ്മൾക്ക് നമ്മുടെ ബിസിനസ് വിജയിക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും വിചാരിക്കരുത് ഫെഡോറ നിർത്തിയെന്ന്. ഫെഡോറന് ഇത്ര നാളും ഞങ്ങൾക്ക് ഈ നിമിഷം വരെ തന്നിട്ടുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ തുടങ്ങിയിട്ടുള്ള സാരിയുടെ നൈറ്റിയുടെയാണ് നമ്മൾ ചെയ്യണത്. രണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യണത്. ബ്ലൗസ് അടക്കം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇപ്പോൾ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, സ്വന്തമായി ചെയ്യണവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മെറ്റീരിയൽ അടക്കമാണ് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫെഡോറൻ സപ്പോർട്ട് തന്നെ ഇനിയും എനിക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി 2 ബിസിനസ്സാണ് വേറെ റൺ ചെയ്യാനായിട്ട് തുടങ്ങാൻ പോണത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ താങ്ക്